കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് ലഭിക്കാതെ രോഗികളുടെ നെട്ടോട്ടം. മരുന്ന് വിതരണക്കാരുടെ സമരം തുടരുന്നതുകൊണ്ടാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകളും താളം തെറ്റി. ജനുവരി 10 മുതലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണക്കാർ അവസാനിപ്പിച്ചത്. കോടികളുടെ കുടിശ്ശിക ലഭിക്കാനുള്ളതിനാലായിരുന്നു തീരുമാനം. പിന്നാലെ മരുന്ന് ക്ഷാമം രൂക്ഷമായത് രോഗികളെ വലയ്ക്കുകയാണ്. ഭൂരിപക്ഷം ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലും മരുന്നില്ല. ആകെയുള്ളത് ഏതാനും ചില ഗുളികകൾ മാത്രം. പുറത്തുനിന്ന് വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ. അപ്പോൾ ഞങ്ങൾ വരി നിന്നിട്ട് ഞങ്ങൾ ആരോഗ്യ കാർഡിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ പറയും ഒരു വിധം മരുന്നുള്ളൂ, ബാക്കി ഞങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി താഴെയുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങണം എന്ന് പറയും. അപ്പോൾ അവിടെയും അതേപോലെ ആകാശപാത വഴി ഞങ്ങൾ പോയി സൂപ്പർ സ്പെഷ്യാലിറ്റി എത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഇത് പറയും ഇവിടെ മരുന്ന് കിട്ടാനില്ല, നിങ്ങൾ നീതി പോയി വാങ്ങണമെന്ന്. നീതി എന്ന് പറയും, ഒരു പറയും മരുന്ന് ഇല്ല കേട്ടോ, വേറെ കമ്പനീൻ്റെ മരുന്നാണ്, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം പറയും. അപ്പോൾ ഇവിടെ വന്നാൽ ക്യൂ നിൽക്കും, എടുത്ത് കൗണ്ടറിലെത്തും പറയും ഈ മരുന്ന് ഇവിടെ ഇല്ല, നിങ്ങൾ പുറത്ത് പോയി എടുക്കുക. ആ അവസ്ഥയാണ്. സർജിക്കൽ ഉപകരണങ്ങളുടെ ക്ഷാമം ശസ്ത്രക്രിയകളെയും താളം തെറ്റിക്കുകയാണ്. ശസ്ത്രക്രിയക്കുള്ള കിറ്റില്ലെന്നാണ് രോഗികൾക്ക് ലഭിക്കുന്ന മറുപടി. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നുറപ്പ്. കാസ്പ് കാരുണ്യ പദ്ധതികൾ പ്രകാരം ചികിത്സ നൽകിയ വകയിൽ ലഭിക്കാനുള്ള 200 കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വിതരണക്കാർക്ക് പണം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. 24 കോഴിക്കോട്.